നിങ്ങൾ അവളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ലോകകപ്പ് നേടി ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുന്നതിൻ്റെ ദിവസങ്ങൾക്കപ്പുറം ലോകകപ്പ് നേടിയ അതേ വേദിയിൽ തൻ്റെ കാമുകനിൽ നിന്നും വിവാഹമോതിരം ഏറ്റുവാങ്ങി ലോകത്തോട് തൻ്റെ പ്രണയം വിളിച്ചു പറഞ്ഞു നിൽക്കുന്നതിൻ്റെ പിറ്റേന്ന് തൻ്റെ കാമുകൻ തന്നെ ചതി കയ്യോടെ പിടിക്കേണ്ടി വന്നവളുടെ അവസ്ഥ. ഉറപ്പിച്ച വിവാഹം മുടങ്ങുന്നുണ്ട്. തൻ്റെ ഒപ്പം നിന്ന താരങ്ങൾ തൻ്റെ മുൻകാമുകനെ കയ്യേറ്റം ചെയ്യുന്നത് കാണേണ്ടി വരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ വിഷാദത്തിലേക്ക് പോകുന്നു. അവിടെ നിന്നുമാണ് അവൾ തിരികെ വന്നത്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിന്നും കൊണ്ട് വുമൺസ് പ്രീമിയർ ലീഗ് ട്രോഫി ക്യാപ്റ്റനായിക്കൊണ്ട് ഏറ്റുവാങ്ങുന്നു. ഫൈനലിൽ ടോപ്പ് സ്കോററായി. പ്രിയപ്പെട്ട സ്മൃതി, നീ ഇത് അർഹിച്ചിരുന്നു. സ്മൃതി മന്ദാനയുടെ ബാറ്റിൽ എഴുതപ്പെട്ട RCBയുടെ കിരീട കഥയാണിത്. ഒരു കളിക്കാരിയുടെ ധൈര്യവും മനോബലവും ഒന്നിച്ചു ചേർന്നപ്പോൾ ഉണ്ടാകുന്നത് വിജയത്തേക്കാൾ വലിയ ഒരു റിഡംഷൻ സ്റ്റോറിയാണ്. വ്യക്തിഗത ജീവിതത്തിലെ തിരിച്ചടികൾക്ക് പിന്നാലെ വീണ്ടും ശക്തമായി മടങ്ങിയെത്തിയ അവൾക്ക് ഈ കിരീടം വെറും ഒരു ട്രോഫിയല്ല, ആത്മവിശ്വാസത്തിൻ്റെ, മനോബലത്തിൻ്റെ, തിരിച്ചുവരവിൻ്റെ അടയാളവുമാണ്. ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ആഘോഷങ്ങളോടെ ആരംഭിച്ച വിവാഹോരുക്കങ്ങൾ അപ്രതീക്ഷിതമായി നിലച്ചതും തുടർന്നുണ്ടായ വിവാദങ്ങളും ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു. ക്രിക്കറ്റാണ് എനിക്കെല്ലാം, അതിലൂടെ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് അവൾ പറയുന്നുണ്ട്. ബന്ധം അവസാനിപ്പിക്കുമെന്ന വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ സ്മൃതി പറഞ്ഞ വാക്കുകൾ പിന്നീട് അവളുടെ തിരിച്ചുവരവിൻ്റെ അടിത്തറയായി. വേദനകളിൽ നിന്ന് തന്നെ അവൾ വീണ്ടും ബാറ്റ് എടുത്തിറങ്ങി. ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയിൽ പഴയ പുഞ്ചിരിയോടെ മടങ്ങിയെത്തിയ സ്മൃതി തുടർന്ന് വനിതാ പ്രീമിയർ ലീഗിൽ മുഴുവൻ സീസണും തകർപ്പൻ പ്രകടനവുമായി മുന്നേറുകയായിരുന്നു. അതിൻ്റെ ഉച്ചകോടിയാണ് 2026 വനിതാ പ്രീമിയർ ലീഗ് ഫൈനൽ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ചരിത്ര നായികകല്ല് കുറിച്ച് RCB കിരീടം ഉയർത്തുകയായിരുന്നു. ആവേശകരമായ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് കീഴടക്കിയാണ് സ്മൃതി മന്ദാന നയിച്ച സംഘം ചാമ്പ്യന്മാരായത്. ഡൽഹി ഉയർത്തിയ 204 റൺസിന്റെ ശക്തമായ വിജയലക്ഷ്യം അവസാന ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മറികടന്ന് RCBയുടെ ജയം കൂടുതൽ മഹത്തമാക്കി. ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും ജോർജിയ വോളും ചേർന്ന് നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ് മത്സരം തിരിച്ചത്. 41 പന്തിൽ 3 സിക്സും 12 ഫോറും അടക്കം 87 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ഫൈനലിലെ താരം. ജോർജിയ വോളും അർദ്ധ സെഞ്ചുറിയുമായി മികച്ച പിന്തുണ നൽകി. സീസൺ മുഴുവൻ സ്ഥിരത പുലർത്തിയ മന്ദാന 9 മത്സരങ്ങളിൽ നിന്ന് 53 ശരാശരിയിൽ 377 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കി. വേദനകളുടെ ഇരുട്ടിൽ നിന്ന് ഉയർന്നൊരു ബാറ്റിങ്ങിന്റെ വെളിച്ചമാണ് ഈ കിരീടം. സ്മൃതി മന്ദാന എന്ന പേരിനെ വീണ്ടും ചരിത്രത്തിൽ എഴുതി ചേർത്ത നിമിഷം.